കോട്ട് എക്സ്പ്രസ് വഴി എന്തിൻ്റെ ഇടയിലാണ് വരുന്നത്? കോട്ട് എക്സ്പ്രസ് വഴി നിന്റെ കാലിനിടയിൽ. കോട്ട് എക്സ്പ്രസ് വഴി എന്തിൻ്റെ ഇടയിലാണ്? കോട്ട് വൈഡാ അല്ല പറഞ്ഞത്, കോട്ട് എക്സ്പ്രസ് വൈയുടെ കാര്യം പറഞ്ഞു. ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഒരു മൂടില്ല. അയ്യോ, അല്ലാത്തപ്പോഴൊക്കെ വലിയ മൂടാണല്ലോ. അതല്ലടേ, ഈ സ്കൂള് പരിപാടി ശരിയല്ല. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്സിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. എന്തൊരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ പോലെ വീട്ടിൽ നീച്ചടിക്കും. അല്ലടാ, നിന്റെ അപ്പനെ പോലെ രാവിലെ കുളിച്ചൊരുങ്ങിയിരുന്ന് പൈൻ്റ് അടിക്കാം. ഇവിടെ മനുഷ്യൻ ഞെട്ടി കിളിമാറിയിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ കോഴി ചങ്ങനെ പോലെ ഫോണിൽ ചോദിച്ചോണ്ടിരിക്കുന്നത്. നീ പറഞ്ഞ തന്നെ ശരി. ഞാൻ എന്തോ പറഞ്ഞു? ലോലയുടെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാ കണ്ടത്. അയ്യോ അത് ഞാൻ ബാങ്കുമായിട്ട് ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഓടിയതാ. ശംഭു, ഫ്രാൻസിസുമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കണം. ഫ്രാൻസിസായിട്ട് എന്താ ഡീല? ഫ്രാൻസിസുമായിട്ട് ഞങ്ങൾക്ക് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ട്, ഞങ്ങൾക്ക് 3 പേർക്കും, അവന് ഫ്രണ്ട്സുമായിട്ട്. ഞാനും വരുന്നത്. അതുപോലെ നീ ശംഭുവിനോട് പറയണം, എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന്. എന്നെ കൊണ്ട് കുഴി ചാടിക്കല്ലെന്ന് നീ അവനോട് പറയണം. പറയാം. എന്താ പറയും? ശംഭു കുഴിയിലെടുത്ത് ചാടല്ലെന്ന്. നീ എന്തൊക്കെയാണ് ഈ വീട്ടിൽ കയറിയത്? ഈ ദാരിദ്ര്യം പിടിച്ച വീട്ടിലാവുന്നില്ല. നിനക്ക് 500 രൂപ ബംഗാളി പട്ടി. 45,000 രൂപ കിട്ടും. 40-45,000 രൂപയ്ക്ക് എങ്ങനെ മനുഷ്യൻ ജീവിക്കാനല്ലേ? നിന്റെ ജോലിക്കാരി എന്തായിരുന്നു? ഞാനും പപ്പയുടെ ബിസിനസ് നോക്കി നടത്താനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ. പപ്പയ്ക്ക് എന്നായിരുന്നു ബിസിനസ്? ഏത് ബിസിനസ് വേണമെന്ന് ഞങ്ങൾ നമ്മളൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കും. ഞാനും ഇതുപോലെ ജോലി കിട്ടാൻ വേണ്ടി ഇങ്ങനെ, ഞാൻ മാത്രമല്ല എൻ്റെ അച്ഛനും. അപ്പൊ മുത്തശ്ശൻ ജോലി കിട്ടുന്നതിന് മുമ്പേ മരിച്ചു. അവൻ പറഞ്ഞതും പോയിന്റ് അല്ലേ സാറേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഈ ആപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട, അത് നിങ്ങൾ തന്നെ അടിച്ചോ, അല്ല നല്ലത്. എന്നാൽ സെറ്റ് ചെയ്തേക്കുന്ന ആപ്പ് ഞാൻ മാറ്റി വെച്ചേക്കാം. എന്താടാ മെസ്സേജ് അയച്ചോ, മാറിപ്പോയി. ഇത്രയും പ്രശ്നത്തിടയ്ക്ക് മെസ്സേജ് അയക്കുന്നതിനൊക്കെ എവിടുന്ന് സമയം കിട്ടിയടാ? ഇടയ്ക്ക് എപ്പോഴോ. സ്മരികയുണ്ട്, അടിപൊളി. എടാ, നിന്റെ അച്ഛൻ ആളെങ്ങനെ? നിന്റെ ചേട്ടനെ പോലാണോ? ചേട്ടനെ പോലല്ല, ഇച്ചിരൂടെ പ്രായമൊക്കെ ഉണ്ട്. എന്താണെന്നറിയോ? ചതുരമല്ലേ? അല്ല, നിന്റെ മൊബൈൽ ഫോൺ. അയ്യോ, കീപാഡൊന്നും ഇല്ലായിരുന്നു, ടച്ച് സ്ക്രീൻ. എന്താടാ? എന്തുവാ? എനിക്കൊരു കാര്യം പറയട്ടായിരുന്നു. എടാ, ലോലിനൊരു കാര്യം പറയാൻ പോവാന്ന്. പറയൂ. രാവിലെ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചില്ലേ? രാവിലെ കാണിച്ചത് അത് വെറുതെ ആയിരുന്നു, നന്നായതായിട്ട് അഭിനയിച്ചായിരുന്നു. അഭിനയിച്ചാണോ? പറയണ്ടേ, ഞാനത് ഇവിടെ എവിടെയത്? എന്തോ തപ്പുന്നേ? എടാ, മികച്ച നടനുള്ള അവാർഡ്. അയ്യോ, അതൊന്നും വേണ്ട. എടാ, ഇവിടെ അതിനെക്കാട്ടി വലിയ പ്രശ്നം നടക്കാൻ പോവാ. അതെന്ത് പ്രശ്നമോ? നമ്മളിപ്പോ എവിടാ പോയത്? സിനിമയ്ക്ക്. ആരുടെ കാശ് കൊണ്ടാ പടം കണ്ടത്? ഷിബുവിന്റെ. ഷിബു എന്തിനാ കാശ് നമുക്ക് തന്നത്? അരി വാങ്ങിക്കാൻ. ആന്നോ? അരി മേടിച്ചോ? അവന്റെ വണ്ടിയുടെ പെട്രോളും തീർത്ത് കൊണ്ട് വെച്ചോ? അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കഥ പറയണം. അയ്യോ, കഥയൊന്നും പറയണ്ട, അവൻ പോയി പടം കാണട്ടെ. മാസാവസാനമായിട്ട് എടുക്കാൻ കാശില്ലാണ്ട് നുള്ളിപ്പെറുക്കി സാധനം മേടിക്കാൻ കാശ് തന്നപ്പ നിങ്ങൾ രണ്ടുപോയി പുട്ടടിച്ചേക്കണം. അയ്യോ, പുട്ടല്ല, പോപ്കോൺ ആയിരുന്നു.